ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് 3-അംഗ സമിതിയെ സുപ്രീംകോടതി നിയോഗിച്ചു. ദില്ലി ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് യശ്വന്ത് വർമ്മയെ താൽക്കാലികമായി ഒഴിവാക്കണമെന്ന് ദില്ലി ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിരുന്നു. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, വിവരങ്ങൾ എങ്ങനെ? അച്യുതായി, ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് ശർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ സുപ്രധാനമായി സുപ്രീം കോടതി അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന വാർത്ത പുറത്തു വരുന്നത്. ഇത് അന്വേഷിക്കുന്നതിനായി 3-അംഗ സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. അതിൽ പഞ്ചാബ് ഹരിയാന ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഷീൽ നാഗു, അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ് GS സന്താവാലിയ, കർണാടക ജഡ്ജി അനു ശിവരാമൻ എന്നിവരാണ് ഈ 3-അംഗ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇതിനോടകം തന്നെ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ദില്ലി ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് വർമ്മയെ താൽക്കാലികമായി ഒഴിവാക്കണമെന്ന ആവശ്യം കൂടി ആ റിപ്പോർട്ടിൽ ദില്ലി ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, അതായത് ഈ റിപ്പോർട്ട് അടക്കം അതോടൊപ്പം യശ്വന്ത് വർമ്മയുടെ പ്രതികരണം എന്നിവ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിലും ഇപ്പോൾ എന്തായാലും പ്രസിദ്ധീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ അന്വേഷണം വേണമെന്ന നിലപാട് തന്നെ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടക്കം അല്ലെങ്കിൽ 3-അംഗ സമിതി നൽകുന്ന പ്രതികരണത്തിന്റെ ഭാഗമായിരിക്കും മുന്നോട്ടുള്ള ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോകണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാണ്. 3-അംഗ സമിതിയാണ് ഈ സംഭവം അന്വേഷിക്കുക. വിവരങ്ങൾ നൽകിയത് സ്വാതി സന്തോഷ്.